Welcome to another video on transistors, common emitter configuration. ഇവിടെ KTO എക്സാമിന് വേണ്ടിയിട്ടുള്ള കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി പ്രോബബ്ലി an essay question ആയിട്ട് either ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ രണ്ടും കൂടി ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. essay question ആയിട്ട് ചോദിക്കാം. And you have to draw the circuit diagram figure and explain the graph or the characteristics. Now you can see this is a circuit diagram for common emitter characteristics. സർക്യൂട്ട് കാണുമ്പോൾ ഇച്ചിരി വലുതാണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. യു ക്യാൻ സീ ഹൗ ഇറ്റ് ഈസ്. ഒരു ട്രാൻസിസ്റ്റർ വരച്ചിട്ടുണ്ട്, കണ്ടോ? ദിസ് ഇസ് ഹൗ യു ഹാവ് എ ട്രാൻസിസ്റ്റർ. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ബേസ് ഇതാണ്, എമിറ്റർ ഇതാണ്, കളക്ടർ ഇതാണ്, അല്ലേ? ദാറ്റ് ഈസ് ഓൾ മെൻഷൻഡ് ഹിയർ. ആൻഡ് ദിസ് ഇസ് ദ എമിറ്റർ. നൗ വാട്ട് യു ഹാവ് ടു സീ ഈസ്, ഈ പടം വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഇൻപുട്ട് സൈഡ് വിൽ ബി സിമിലർ ടു ദ ഔട്ട്പുട്ട് സൈഡ്. ഇത് എന്ത് യു ഓൺലി ഹാവ് ടു ലേൺ അബൌട്ട് ദ കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ 3 ടൈപ്പ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചത്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, അല്ലേ? അതിൽ കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം സിലബസിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആൻഡ് യു ഹാവ് ടു ലേൺ ഓൺലി ദിസ് വൺ ഫോർ ദിസ് കറന്റ് സെമിസ്റ്റർ. ഇതിനകത്ത് നിങ്ങൾ ഈ ഗ്രാഫ് അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ, സർക്യൂട്ട് ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു ഹാവ് ടു സീ ഈസ്, ഇത് ഇൻപുട്ട് സൈഡ്. യു ക്യാൻ സീ ദിസ് ഇസ് ദ ഇൻപുട്ട് സൈഡ്. ഈ ഒരു ഭാഗമാണ് ട്രാൻസിസ്റ്ററിന്റെ ബേസ് ആൻഡ് എമിറ്റർ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഇൻപുട്ട് സൈഡ്. അപ്പോൾ എമിറ്റർ വിൽ ബി കോമൺ ഫോർ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് നേരത്തെ പറഞ്ഞു, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഔട്ട്പുട്ട് സൈഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ കളക്ടർ ആൻഡ് എമിറ്റർ, ഇല്ലേ? CE എന്ന് പറഞ്ഞ കളക്ടർ എമിറ്ററും കൂടെ ചേർന്ന VCE എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റെപ്രസെന്റഡ് ഹിയർ, VCE. ഓക്കെ. ആൻഡ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വിൽ ബി റെപ്രസെന്റഡ് ആസ് VBE. ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ് VBE. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിന്റെ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡ് മൊത്തം ദാറ്റ് ഇസ് ദി ഇൻപുട്ട് സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ് ഇസ് ഔട്ട്പുട്ട് സൈഡ്. യു ക്യാൻ സീ ഇൻപുട്ട് സൈഡിൽ എന്തൊക്കെയുള്ളതെന്ന് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ലെറ്റ് us see the ഇൻപുട്ട് സൈഡ്. ഇപ്പോൾ ഇൻപുട്ട് സൈഡിൽ നമുക്ക് വോൾട്ടേജ്, നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ്, ഒരു DC പവർ സപ്ലൈ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ വോൾട്ടേജ് വേരി ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദർ ഇസ് എ റെസിസ്റ്റർ, ഒരു സീരീസ് റെസിസ്റ്റർ ഇൻപുട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഇൻപുട്ട് റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്, സീരീസ് റെസിസ്റ്റർ. ആൻഡ് ദെൻ യു ഹാവ് എ അമ്മീറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബേസ് കറണ്ട്, നമ്മൾ ഇവിടെയുള്ള ഈ ബേസ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ഇൻ ദ ഓർഡർ ഓഫ് മൈക്രോ ആംപിയേഴ്സ്. ഇനി നമുക്ക് ഈ വോൾട്ടേജ്, ഈ ബേസ് എമിറ്റർ വോൾട്ടേജ് എത്രയാണ് മെഷർ ചെയ്യണം. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഇവിടെ നമുക്ക് ഉണ്ടാവും. ദാറ്റ് ഇസ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷർഡ് യൂസിങ് എ വോൾട്ട് മീറ്റർ. ഒരു 0 to 20 വോൾട്ട് ഉള്ള ഒരു വോൾട്ട് മീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്യുവാണെങ്കിൽ you can measure the voltage being applied at this base emitter region. ഇതാണ് VBE മെഷർ ചെയ്യുന്ന വോൾട്ട് മീറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻപുട്ട് സൈഡ്. യു ക്യാൻ സീ എന്തൊക്കെയാണുള്ളത്. ഒരു വോൾട്ടേജ് സപ്ലൈ, സീരീസ് റെസിസ്റ്റർ, ബേസ് കറണ്ട് മെഷർ ചെയ്യുന്ന അമ്മീറ്ററും ഒരു വോൾട്ട് മീറ്ററും. ഈ രണ്ട് സാധനങ്ങൾ ഓൾ ടുഗദർ 4 things, അല്ലേ? ഇത് രണ്ടും എന്തിനാ നമ്മൾ മെഷർ ചെയ്യാനുള്ള മീറ്റേഴ്സ് ആണ്, അമ്മീറ്ററും വോൾട്ട് മീറ്ററും. ഒരു അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാൻ. And then you have the power supply and a resistor. അപ്പോൾ കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ റെസ്പോൺസ് കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രാഫ് ആണ്. ഇവിടെ വോൾട്ടേജ് കറണ്ട് വേരിയേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. സോ യു നീഡ് എ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ ബോത്ത് അറ്റ് ദി ഇൻപുട്ട് സൈഡ് ആൻഡ് ഔട്ട്പുട്ട് സൈഡ്. ഇവിടെയുള്ള ഇൻപുട്ടിൽ കാണിക്കുന്ന അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ഇൻപുട്ട് സൈഡ്. ഇതേപോലെ തന്നെ യു ഹാവ് ദ ഔട്ട്പുട്ട് സൈഡ് ടു. ഒരു വ്യത്യാസമില്ല. യു ഹാവ് എ വോൾട്ട് മീറ്റർ ടു മെഷർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. യു ഹാവ് an ammeter to measure the collector current. ഔട്ട്പുട്ട് കറണ്ട് ഇത് IC ആണ്. അതാണ് ഔട്ട്പുട്ട് കറണ്ട് മെഷർ ചെയ്യുന്ന അമ്മീറ്റർ ഉപയോഗിച്ച് നമ്മൾ യു ഹാവ് ദിസ് IC being measured using this ammeter. ഇവിടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട് ആണ്. അതിന് ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു കളക്ടർ കറണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് മെഷർ ചെയ്യാനുള്ള അമ്മീറ്റർ ഇവിടെയും വെച്ചിട്ടുണ്ട് കളക്ടറിന്റെ കൂടെ. ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് മെഷർഡ് യൂസിങ് DC. ഇതേപോലെ ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ട് മീറ്റർ ഉണ്ട്, ഇതേപോലെ തന്നെ ഒരു ഔട്ട്പുട്ടിന്റെ ഒരു വോൾട്ട് മീറ്റർ. ഇൻപുട്ട് സൈഡിൽ ഒരു അമ്മീറ്റർ ഉണ്ട്, അതേപോലെ ഔട്ട്പുട്ട് സൈഡിൽ ഒരു അമ്മീറ്റർ. ആൻഡ് ഇൻപുട്ട് സൈഡിൽ ഒരു റെസിസ്റ്റർ, ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട്. സിമിലർലി യു ഹാവ് എ ലോഡ് റെസിസ്റ്റർ ഹിയർ ഓൾസോ. അപ്പൊ കളക്ടറിന്റെ ഔട്ട്പുട്ടിന്റെ അവിടെ ഒരു ലോഡ് റെസിസ്റ്ററും കൂടെ വെച്ചിട്ടുണ്ട്. ആൻഡ് അഗൈൻ ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ട്. അത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ട് മീറ്റർ. അതേപോലെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് സൈഡിൽ ഒരു വി മേക്ക് യൂസ് ഓഫ് വോൾട്ടേജ് സപ്ലൈ. ഇവിടെ ഇൻപുട്ട് സൈഡിലുള്ള ഒരു വോൾട്ടേജ് സപ്ലൈ പോലെ തന്നെ ഇവിടെയും നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ തിങ്സ്. ഇവിടെയുള്ള അതേപോലെ 4 സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും വെച്ചേക്കുന്നത്. These 4 components. Similarly, you have these 4 components in the output side too. ഇപ്പൊ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. എമിറ്റർ ഇസ് കോമൺ ഫോർ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സർക്യൂട്ട് വരയ്ക്കാൻ കാണുമ്പോൾ വലിയ സർക്യൂട്ട് ആണെന്ന് തോന്നുമെങ്കിലും ഇറ്റ് ഇസ് വെരി സിമ്പിൾ. രണ്ട് സൈഡിലും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും യു ഹാവ് ദ സെയിം സ്ട്രക്ചർ, യു ഹാവ് ദ സെയിം തിങ്സ്, ഓൺലി ദ റേറ്റിംഗ് വേരീസ്. ഇവിടെ നമ്മൾ 0 to 30 വോൾട്ടും വോൾട്ട് മീറ്ററും വോൾട്ടേജ് സപ്ലൈയും സിമിലർ ആണ്. അഗൈൻ ഇവിടെയുള്ള കറണ്ട് റേറ്റിംഗിലാണ് വ്യത്യാസം. ഇവിടെ you have the base current in microamperes while the output current is in milliamperes. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. Again, in series resistorന്റെ resistance it will be a higher resistance. അത് എപ്പോഴും series resistor അല്ലെങ്കിൽ input resistor will be a higher resistor അല്ലേ? And output resistance or load resistance will be a lower resistance, 1 kilo ohm. അപ്പോൾ that is to reduce the loading effect. അപ്പോൾ നോർമലി നമ്മൾ ലോഡ് റെസിസ്റ്റർ ആയിട്ട് വെക്കുന്നത് will be a lower resistor. അപ്പോഴാണ് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ you are clear with the circuit, I guess. Now let us see the characteristics. Now coming to the input characteristics of common emitter configuration. Input characteristics of common emitter configuration. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇൻപുട്ടിന്റെ ഈ ഒരു സൈഡിൽ similarly you have the output side with similar instruments അല്ലേ? ഓരോ വോൾട്ട് മീറ്ററും ഓരോ അമ്മീറ്ററും വെച്ചിട്ടുണ്ട്. and then you have the voltage supply and resistors. ഇനി ഇവിടെ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസ് കറണ്ട് ആണ്. and you have the VCE collector emitter voltage at the output അല്ലേ? അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇവിടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ you are going to draw a graph or plot a graph between the input voltage and input current. Input voltage എത്രയാ? VBE ആണ്. ആ ഇൻപുട്ട് വോൾട്ടേജിനെയും ഈ ഔട്ട്പുട്ട് ഇൻപുട്ട് കറണ്ടിനും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക. ബൈ കീപ്പിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഈ രണ്ട് ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടും വേരി ചെയ്യാണ്. അപ്പോൾ ഔട്ട്പുട്ട് സൈഡ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇൻപുട്ടിലെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ വേരി ചെയ്യും. ആൻഡ് വി സ്റ്റഡി ദ കറസ്പോണ്ടിങ് വേരിയേഷൻ ഇൻ ദ ഇൻപുട്ട് ബേസ് കറണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനിഷ്യലി ഈ വോൾട്ടേജ് സപ്ലൈ, ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത് VCC എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു വോൾട്ടേജ് സപ്ലൈ ദാറ്റ് വിൽ ബി കെപ്റ്റ് അറ്റ് 0. അപ്പോൾ VCE 0 ആക്കി വെച്ചു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? വി സ്റ്റാർട്ട് to gradually increase the VBB. അപ്പോൾ VBB ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് VBE ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ VBE ഇൻക്രീസ് ചെയ്യും. പക്ഷെ ആദ്യം ഒന്നും ഒരു 0.0 വന്നു, 0.1 എത്തി, 0.2 എത്തി, 0.3 എത്തി, 0.4 എത്തി. There is no change in base current until it reaches a voltage that is the cut-in voltage അല്ലെങ്കിൽ നീ വോൾട്ടേജ്. ആ ഒരു 0.6 അല്ലെങ്കിൽ 0.7 വോൾട്ട് എത്തുമ്പോൾ മാത്രമേ ആ ഒരു ബേസ് കറണ്ടിലെ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. 0.6 അല്ലെങ്കിൽ 0.7 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഇൻ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ബേസ് കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദെൻ ദർ ഇസ് എ ഡ്രമാറ്റിക് റൈസ് ഇൻ ബേസ് കറണ്ട്. അപ്പോൾ അത് ഇവിടെ കാണാൻ പറ്റും അല്ലേ? അതാണ് VCE1 എന്ന് പറയുന്നത് നമ്മൾ 0 ആക്കി വെച്ചുകൊണ്ടുള്ള ഒരു വേരിയേഷനാണ് കാണുന്നത്. ഇനി നമ്മളെല്ലാം റീസെറ്റ് ചെയ്ത് 0യിൽ എത്തിച്ചിട്ട് വീണ്ടും നമ്മൾ VCC പതുക്കെ ഇൻക്രീസ് ചെയ്ത് നമ്മൾ 10 വോൾട്ടിൽ കൊണ്ടുവച്ചു. VCC നമ്മൾ 10 വോൾട്ട് ആക്കി. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ഈ ഒരു വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 10 വോൾട്ട് ആയിരിക്കും അല്ലേ? നമ്മൾ ഈ ഭാഗം ഒന്നും നോക്കണ്ട.
10 വോൾട്ട് ആക്കി ഈ വോൾട്ടേജ് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് സംഭവം, എന്നിട്ട് നമ്മൾ ഈ VBB എന്നുള്ള വോൾട്ടേജ് വീണ്ടും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ് ചെയ്ത് 0 എത്തി, 0.1 എത്തി, 0.2 എത്തി. മറ്റേതുപോലെ തന്നെ 0.6 or 0.7 ആ ഒരു വോൾട്ടേജ് എത്തുമ്പോൾ മാത്രം there will be only a slight variation. ആ ഒരു വോൾട്ടേജ് എത്തുമ്പോൾ മാത്രം there will be an increase in current. അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പിന്നെ അത് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ VCE. ഈ ഒരു കർവാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, now again you have to do the same step for another VCE value. ഇപ്പോൾ VCC നമ്മൾ വീണ്ടും 20 വോൾട്ട് ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ വോൾട്ട് മീറ്ററിൽ 20 വോൾട്ട് കാണിക്കും. Now what happens, നമ്മൾ VBB വീണ്ടും കൂട്ടാൻ തുടങ്ങി. ഇൻക്രീസ് ചെയ്ത് കറസ്പോണ്ടിംഗ്ലി 0.7 വോൾട്ട് എത്തുമ്പോൾ IB കറണ്ട്, അതായത് ഈ അമ്മീറ്ററിലെ കറണ്ട് ഡ്രാമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യു ഗെറ്റ് ദറ്റ് കറണ്ട് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് കർവ്. VCE3 എന്ന് പറഞ്ഞ ഈ കർവിലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ VCE 0 വോൾട്ടിൽ, 10 വോൾട്ടിൽ, 20 വോൾട്ടിൽ നമ്മൾ 3 കർവ് വരച്ച് നമുക്കത് മെൻഷൻ ചെയ്യാൻ പറ്റും. വാട്ട് ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം ദിസ് ഗ്രാഫ്? നമുക്ക് അറിയാം 0.7 വോൾട്ട് അല്ലെങ്കിൽ ആ ഒരു കട്ടിംഗ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ മാത്രമേ കറണ്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇനി നമ്മൾ ഇതിലൊരു കാര്യം കൂടി റെപ്രസെന്റ് ചെയ്യാനുള്ളത്, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? R ഇൻപുട്ട്, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ടു കറണ്ട് ആണ് അല്ലേ? വോൾട്ടേജ് ടു കറണ്ട് ആണ്. ആൻഡ് ഹിയർ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോൾട്ടേജ്? ചേഞ്ച് ഇൻ വോൾട്ടേജ് ക്യാൻ ബി, ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ് കേട്ടോ. ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്തായിരിക്കും? അപ്പോൾ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ യു ഗെറ്റ് എ ചേഞ്ച് ഇൻ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ഈ ഉള്ള 2 പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കർവ് എടുത്തിട്ട് ആ 2 പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ഈ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു, അവിടുന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. യു ക്യാൻ സീ ഹിയർ. And you took another point, അതിന്റെ straight line to the x axis and correspondingly to the y axis too. ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് വൺ പോയിന്റ്. സിമിലർലി നമ്മൾ വേറൊരു പോയിന്റ് കൊടുത്തു. Again you draw a corresponding straight line between these 2 points in x axis and y axis. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ VBE. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഡെൽറ്റ VBE, the voltage, change in voltage. സിമിലർലി ഈ 2 പോയിന്റ് തമ്മിലുള്ള കറണ്ടിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ IB എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കറണ്ട്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ദ ഡൈനാമിക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ബൈ ഡെൽറ്റ VBE ബൈ ഡെൽറ്റ IB. So that's all about input characteristics. ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇൻപുട്ട് വേരി ചെയ്തു. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇൻപുട്ട് കറണ്ടിലുള്ള വേരിയേഷൻ, അതായത് IBയിലുള്ള ആ ഒരു വേരിയേഷൻ കാണാൻ പറ്റും. 0.7 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ മാത്രം ഇൻപുട്ട് കറണ്ട് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നു. So that's all about input characteristics. Now let us learn what are the output characteristics of a common emitter configuration. So നമ്മൾ സിമിലർ സർക്യൂട്ട് തന്നെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇൻപുട്ട് വേരി ചെയ്തു. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ അതേപോലെ നേരെ തിരിച്ച് ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഔട്ട്പുട്ട് വേരി ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ബേസ് കറണ്ടിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യാൻ പോവാം. അപ്പോൾ ബേസ് കറണ്ടിനെ നമ്മൾ ആദ്യം കോൺസ്റ്റന്റ് ആക്കി വെക്കും. അപ്പോൾ ബേസ് കറണ്ടിനെ ആദ്യം നമ്മൾ 0യിൽ വെച്ചിട്ട് നമ്മൾ ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഗ്രാജുവലി ചേഞ്ച്ഡ്. അപ്പോൾ ബാക്കിയൊന്നും തൊടണ്ട, ബേസ് കറണ്ട് 0 ആക്കി വെച്ചു. സോ വാട്ട് ഹാപ്പൻസ്? ബേസ് കറണ്ട് 0 ആക്കാൻ വി കറസ്പോണ്ടിംഗ്ലി മേക്ക് എവറിത്തിങ് ടു 0, റൈറ്റ്? അപ്പോൾ 0 ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഈ VCC 0 ഇൻ ദ സെൻസ് VCC also is made into 0. എന്നിട്ട് നമ്മൾ VCC പതുക്കെ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചു. Now what happens is that collector current ആദ്യം പെട്ടെന്നൊന്ന് കൂടും. Now what happens? There will be a small amount of collector current.
ഇനി നമ്മൾ IB1 വീണ്ടും ഇൻക്രീസ് ചെയ്ത് നമ്മൾ 0 എന്നുള്ളത് ഒരു 20 മൈക്രോ ആംപിയേഴ്സ് ആക്കി. IB1 എന്നുള്ളത് നമ്മളൊരു 20 മൈക്രോ ആംപിയേഴ്സ് ആക്കി. ആദ്യം 0 ആയിരുന്നു, പിന്നെ നമ്മൾ 20 മൈക്രോ ആംപിയേഴ്സ് ആക്കി. Now what happens here? വീണ്ടും നമ്മൾ ഈ വോൾട്ടേജ് സപ്ലൈ VCC കൂട്ടാൻ തുടങ്ങി. When you increase this VCC, what happens here is that ആദ്യം വോൾട്ടേജ് slowly there will be an increase, and then what happens is ആ ഒരു കറണ്ട് IC എന്ന് പറയുന്ന കറണ്ട് will be in a ഒരു പെർട്ടിക്കുലർ ലെവലിൽ തന്നെ നിൽക്കുകയുള്ളൂ. There won't be any increase. ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ തന്നെ അത് സെറ്റിൽ ചെയ്യും for any change in the output voltage. Output voltage എത്ര കൂട്ടി കൊടുത്താലും ഈ IB എന്ന് പറയുന്ന ഈ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ട് ആയിട്ട് തന്നെ ICയും നിൽക്കും. ഇനി നമ്മൾ IB2 വീണ്ടും കൂട്ടി കൊടുത്തു. I mean നമ്മളത് 40 വോൾട്ട് മൈക്രോ ആംപിയേഴ്സ് ആക്കി. സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക, സെയിം സ്റ്റെപ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താലും what happens is ഇനീഷ്യലി ഒരു ചെറിയൊരു വേരിയേഷൻ കാണും, and then what happens, പിന്നെ eventually this IC current അല്ലെങ്കിൽ ആ ഒരു കളക്ടർ കറണ്ട് settles down in a particular value which is proportional to the base current. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ബേസ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് IC വരുന്നത്? because IC is equal to beta IB ആണ് അല്ലേ? കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചതല്ലേ? കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ട്രാൻസിസ്റ്റർ ഗെയിൻ എന്ന് പറഞ്ഞ ഒരു പോർഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, what is the transistor gain for common emitter characteristics? Beta is equal to IC by IB ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ IC by IB എന്നുള്ളത് നമുക്ക് IC, you can make out that IC is proportional to IB അല്ലേ? IC is equal to beta IB ആണെന്ന് നമുക്കറിയാം ഇങ്ങോട്ട് എടുക്കുമ്പോൾ. So IC is proportional to IB. അതുകൊണ്ടാണ് ഈ ഗ്രാഫിൽ നമുക്ക് IC is proportional to IB ആയിട്ട് നമ്മൾ ആ പ്രൊപ്പോർഷണൽ കറണ്ട് കാണിക്കുന്നത്. Similarly, you can make it 60. You will again get the same response. ഇനി 80 എടുത്താലും same response. The collector current settles down to a particular proportional current as for the base current. ഇനി നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു നമ്മൾ ബേസ് കറണ്ട് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി കളക്ടർ കറണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ടും ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ സെറ്റിൽസ് ഡൗൺ ടു കറസ്പോണ്ടിങ് ഓർ പ്രൊപ്പോർഷണൽ ബേസ് കറണ്ട് വാല്യൂ. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. Now let us see. അപ്പോൾ ആ ഇനീഷ്യൽ ഇൻക്രീസിന് കാരണം ആ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവാനും ഒക്കെ എടുക്കുന്ന ഒരു സമയം, അങ്ങനെയുള്ള ഓരോ കറണ്ടുമായിട്ട് കൺസിഡർ ചെയ്യാം. Now let us see the different regions of this output characteristics. നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ നമ്മൾ 3 റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. You already know what are they. That is the active region or linear region, saturation region and cutoff region. അപ്പോൾ എന്താണ് ഈ കട്ട് ഓഫ് റീജിയൻ? കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ VCE, അതായത് VCE എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ 0 ആക്കി വെച്ചുകൊണ്ട് ബേസ് കറണ്ടും 0 ആക്കുന്ന ആ ഒരു റീജിയനിൽ there will be a small amount of current. You can see that is represented as, ഇപ്പോൾ 0 ആക്കി വെച്ചാലും നമുക്ക് കാണാം there will be a current, a small amount of current that is called cut off region. ഈ ഒരു റീജിയനെയാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. രണ്ടും 0 ആയിരിക്കുമ്പോൾ അവിടെ ചെറിയൊരു കറണ്ട് ഉണ്ട്. ആ ഒരു കറണ്ടിനെ that is due to reverse saturation current. എന്തുകൊണ്ടത്? that is due to minority carriers അല്ലേ? minority carriers കാരണമുള്ള ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൊണ്ട് you can see a small amount of current even when the transistor is in cut off. ഇനി നമ്മുടെ ട്രാൻസിസ്റ്റർ maximum current lettuna, that region is called saturation region, and this region is called saturation region. In transistor active region lanengile it will be proportional to the current that is proportional to the base current. Idana nammade active region. You can see this is the active region. This region is the active region.
and this region is the saturation region. So this is the saturation region. Hope you're clear with this. You have to learn the characteristics, input and output characteristics, and explain this graph. Moon region on the saturation region where the transistor current is maximum, and the active region where you can see IC is proportional to IB. That is due to the transistor gain. So current common emitter configuration transistor you can use it as an amplifier. Our amplifying value will be beta. Beta എന്ന് പറഞ്ഞൊരു value, അതായത് ചെറിയൊരു ബേസ് കറണ്ട് മൈക്രോ ആംപിയേഴ്സിലാണെന്ന് നമ്മൾ കണ്ടുല്ലേ. ആ ഒരു ചെറിയ ബേസ് കറണ്ട് ആണെങ്കിൽ പോലും you have a large collector current because this beta value will be in the range of some 200, 400 something. ആ ഒരു റേഞ്ചിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലാർജ് വാല്യൂ ഓഫ് കളക്ടർ കറണ്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. Hope you are clear. ഈ ഒരു കാര്യം കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0. You know what is this output resistance? അതും എന്തായാലും വോൾട്ടേജ് ബൈ കറണ്ട് ആയിരിക്കണമല്ലോ. റെസിസ്റ്റൻസ് എപ്പോഴും വോൾട്ടേജ് ബൈ കറണ്ട് ആണ് അല്ലേ? Now you see what is the output voltage? Output voltage VCE ആണ് അല്ലേ? VCE നമ്മൾ ഈ ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. That can be mentioned, that can be taken from here. The graph വരച്ചേക്കുന്ന കാണാം. That is you can mark 2 points. ഇതൊരു പോയിന്റ്, ഇത് വേറൊരു പോയിന്റ്. ഇത് രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വോൾട്ടേജ് ഡെൽറ്റ VCE എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ VCE. And the corresponding change in current that is represented by IC. അല്ലേ? ആ ഒരു change in current that can be represented here. ഈ ഒരു ചെറിയൊരു കറണ്ട് വാല്യൂ ആണ് കേട്ടോ. There will be only a small change in current. ആ ഒരു കറണ്ട് it can be represented like here. I will show you. This is a small change in current. ഈ ഒരു region ആണ് small change in current ആയിട്ട് കാണിച്ചിരിക്കുന്നത്. That is marked in blue. അല്ലേ? ഈ ഒരു ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. Which is represented as delta IC. Here delta IC. So that is the output resistance. So that's all for and you know what, ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. And this is for what condition? When IB is constant. IB constant ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. IB is constant. IB constant. Similarly, input resistance in the case laanengil nammaladu VCE constant ennu kudi ezhudana. Hope you are clear with this. Now ee output resistance inde input resistance inde value kudi parayam. Typically namukku aa oru common emitter configuration la output resistance inde value will be in the order of 50 kilo ohms, 50 kilo ohm vareyokke avam. And now input resistance inde value which will be on the order of a few hundred ohms or something. 100 ohm അല്ലെങ്കിൽ ഒരു 200 300 സംതിങ് few hundred ohms ഒക്കെ വരുള്ളൂ. And ബീറ്റയുടെ വാല്യൂ കൂടെ നിങ്ങൾ ഈ കാര്യത്തിൽ ഓർത്തിരിക്കണം. ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 220 to some 400. നല്ല ആംപ്ലിഫൈങ് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. സോ ദാറ്റ് കോമൺ എമിറ്റർ ഗെയിൻ, കറസ്പോണ്ടിങ് ഗെയിൻ ഓർ ആംപ്ലിഫൈങ് ഫാക്ടർ വിൽ ബി in the range of 20 to 400. So that's all for about common emitter configuration, and hope you're all clear with this. Be prepared, well prepared for this question. Can be an essay question, either the input characteristics or output characteristics or both. Thank you.